നമസ്കാരം. നമുക്കിന്ന് അടുത്ത ചാപ്റ്റർ മെട്രിക്സിന് തുടർച്ചയായിട്ട് 4th ചാപ്റ്റർ ഡിറ്റർമിനൻസ് എന്താണെന്ന് പഠിക്കും. മെട്രിക്സ് എന്താണ് നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് എ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ്. കുറേ നമ്പേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനിയും ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഈ അറേഞ്ച്മെൻറ്റ്, ഈ മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ നമ്പർ. ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ കുറേ നമ്പേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റാണ്. ആ മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ നമ്പറാണ് ഡിറ്റർമിനൻ്റ് എന്ന് നമുക്ക് പറയാം. ഒരു ഡിറ്റർമിനൻ്റ് ആപ്റ്റ് ഡെഫിനിഷൻ അതല്ല എങ്കിലും മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ നമ്പറാണ്. അത് റിയൽ നമ്പറാവാം, കോംപ്ലക്സ് നമ്പറാവാം, എലിമെൻറ്റ്സ് പോലെ ഇരിക്കും. മെട്രിക്സിലെ എലിമെൻറ്റ്സ് എങ്ങനെയാണ് അതുപോലെയുള്ളൊരു നമ്പറായിരിക്കും. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നൊരു സിംഗിൾ നമ്പറായിരിക്കും ഡിറ്റർമിനൻ്റ്. നമുക്കിവിടെ അതിനു മുമ്പ് ഡിറ്റർമിനൻ്റ് ഡിഫൈൻ ചെയ്യുന്ന സ്ക്വയർ മെട്രിക്സിന് മാത്രമേ ഉള്ളൂ. സ്ക്വയർ മെട്രിക്സിന് മാത്രമാണ് നമ്മൾ ഡിറ്റർമിനൻ്റ് ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ ഒരു മെട്രിക്സ്, ഇവിടെ നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു 2x2 ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റാണ്. സ്ക്വയർ മെട്രിക്സ് ഓഫ് ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഒരു ജനറൽ മെട്രിക്സ്, ഞാനൊരു മെട്രിക്സ് എഴുതുന്നു. A = മെട്രിക്സ് A B C D. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ ഡിറ്റർമിനൻ്റ് എന്ന് വായിക്കും. അതായത് മോഡുലസ് പോലെ എഴുതും, പക്ഷേ മോഡുലസ് എന്ന് വായിക്കരുത്. ഡിറ്റർമിനൻ്റ് എ ഓർ DET A, ഡിറ്റർമിനൻ്റ് എ, ഡിറ്റ് എ എന്ന് എഴുതുക. വായിക്കേണ്ട ഡിറ്റർമിനൻ്റ് എ. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് എന്താണെന്ന് നോക്കാം. ദറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് എയുടെ വാല്യൂ എത്രയാണ്. ഇറ്റ് ഇസ് എ സ്ക്വയർ മെട്രിക്സ്. നമുക്കറിയാം 2x2 ഓർഡറുള്ള ഒരു സ്ക്വയർ മെട്രിക്സ്. ദെൻ ഡിറ്റർമിനൻ്റ് A = ഈ മെട്രിക്സിന് പകരം നമുക്കതിനെ ഇതുപോലെ ഡിറ്റർമിനൻ്റ് സിമ്പൽ ലൈൻസിനകത്ത് ABC വായിക്കേണ്ടത് ഡിറ്റർമിനൻ്റ് ABCD. ഇപ്പോൾ മെട്രിക്സിൻ്റെ സിമ്പിൾ മാറി ബ്രാക്കറ്റ് മാറ്റി ലൈൻസ് ആക്കി. ഡിറ്റർമിനൻ്റ് ABCD. ദിസ് ഈക്വൽ ടു, ഇതിൻ്റെ വാല്യൂ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ്, ദറ്റ് ഈസ് A into D, മൈനസ് പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എലിമെൻറ്റ്സ്, that is B into C, BC. ഇപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2, that is product of diagonal elements minus product of off diagonal elements, that is AD minus BC. AD minus BC. മെട്രിക്സ് ഇതാണെങ്കിൽ ABCD ആണെങ്കിൽ, that is determinant A = A into D minus B into C. ഇനി നമുക്കൊരു ജനറൽ മെട്രിക്സ് 2x2 ഓർഡറുള്ളൊരു ജനറൽ മെട്രിക്സ് എഴുതാം. A = മെട്രിക്സ്, നമുക്കറിയാം ജനറൽ മെട്രിക്സ് A11 A12 A21 A22. ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് A. മറ്റൊരു സിമ്പിൾ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ദറ്റ് ഈസ് ഇവിടെയും ദറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് A11 A12 A21 A22. That is equal to product of diagonal elements A11 into A22 minus A12 into A21 or A21 into A12. A11 into A22
മൈനസ് A12 ഇൻറ്റു A2. ഇതായിരിക്കും ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ഇതാണ് ജനറൽ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്, ഒരു ഓർഡർ 2 ഉള്ള സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A is equal to matrix 2 minus 3 4 1. ഡിറ്റർമിനൻ്റ് എന്ത് വരുമെന്ന് നോക്കാം. ഡിറ്റർമിനൻ്റ് A is equal to ഡിറ്റർമിനൻറ്റ് 2 minus 3 4 1 is equal to 2 into 1 minus 3 into 4 minus 3 into 4 is equal to 2 into 1 2 minus 3 into 4 minus 12. 2 minus 12, it is 2 plus 12, that is equal to 40. ഇതായിരിക്കും ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. ഇപ്പോൾ എല്ലാവർക്കും ഓർഡർ 2 ഉള്ള സ്ക്വയർ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ അറിയാമല്ലോ. ഓക്കെ, മറ്റൊരു എക്സാമ്പിളോട് നോക്കാം. B is equal to matrix 1 plus x x 1 minus x. B എന്നുള്ള മെട്രിക്സ് ഓർഡർ 2 ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇവിടുത്തെ എലമെൻറ്റ്സ് എന്ന് പറയുന്ന വേരിയബിൾസ് ആണ്, അല്ലെങ്കിൽ ഇവിടെ പോളിനോമിയൽ പോളിനോമിയൽസാണ്, ഫങ്ഷൻസ് ഓർ പോളിനോമിയൽസ്. പിന്നെ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്, therefore determinant B is equal to determinant 1 plus x x 1 minus x. This is equal to diagonal elements in the product 1 plus x into 1 minus x minus x into x square is equal to 1 plus x into 1 minus x, 1 minus x square, a square minus b square, 1 minus a square minus x square, 1 minus x square minus x square, that is 1 minus 2x square. That is the determinant. The matrix in the determinant 1 minus 2x square. ഓക്കെ, അപ്പോൾ ഇതുപോലെ 2/2 ഓർഡറുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ അറിഞ്ഞിരിക്കണം. ഒരു 3/3 ഓർഡറുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണണം. അതായത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 3/3 ഓർഡറുള്ള മെട്രിക്സ് നോക്കാം. A is equal to ജനറൽ മെട്രിക്സ് എഴുതുന്നു ഞാൻ. There is A11 A12 മെട്രിക്സ് A11 A12 A13 A21 A22 A23 A31 A32 A33. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണും. ഓക്കെ, എങ്ങനെ ചെയ്യാം? ദറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് A is equal to, ഞാൻ ഈ ഫസ്റ്റ് റോയിലെ എലിമെൻറ്റ്സ് എടുത്താണ് ഡിറ്റർമിനൻറ്റ് കാണാൻ ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെൻറ്റ് A11, ദെൻ സെക്കൻഡ് എലിമെൻറ്റ് A12, തേർഡ് എലിമെൻറ്റ് A13. ഫസ്റ്റ് എലിമെൻറ്റ് ഞാൻ എഴുതുന്നു A11 ഇൻറ്റു ഈ A11 ഇൻറ്റു അതുൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു. അപ്പോൾ അതുൾപ്പെടുന്ന റോ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് കോളവും മാറ്റുന്നു. ബാക്കിയുള്ള എലിമെൻറ്റ്സ് A22 A23 A32 A33 അതിനെ ഒരു 2/2 ഡിറ്റർമിനൻറ്റിൽ എഴുതുന്നു. അതേപോലെ എഴുതണം. ഡിറ്റർമിനൻറ്റ് A22
A23, A32, A3. Then minus ഫസ്റ്റ് റോയിലെ അടുത്ത എലിമെൻറ്റ് A12 ഇൻറ്റു അതേപോലെ ഡിറ്റർമിനൻറ്റ് ഈ A12 ഉൾപ്പെടുന്ന റോ ഫസ്റ്റ് റോ അതുൾപ്പെടുന്ന കോളം സെക്കൻഡ് കോളം ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം മാറ്റിയാൽ കിട്ടുന്നത് ബാക്കി എലിമെൻറ്റ്സ് A21, A23, A31, A33 അത് ഡിറ്റർമിനൻറ്റിൽ എഴുതുന്നു 2/2 ഡിറ്റർമിനൻറ്റ് A21, A23, A31, A32. Then plus ആ ഫസ്റ്റ് റോയിലെ അടുത്ത എലിമെൻറ്റ് A13 എഴുതുന്നു ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ആ A13 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു, അതായത് ഫസ്റ്റ് റോയും തേർഡ് കോളവും മാറ്റുന്നു. ബാക്കിയുള്ള എലിമെൻറ്റ്സ് A21, A22, A31, A32 അതേപോലെ എഴുതുന്നു A21, A22, A31, A32. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്, ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ്. ഇത് എക്സ്പാൻഡ് ചെയ്യാൻ നമുക്കറിയാം 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് നമ്മൾ നേരത്തെ പഠിച്ചു. നോക്കാം ഇതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യാവുന്ന. ദാറ്റ് ഈസ് A11 ഇൻറ്റു ഡയഗണൽ എലിമെൻസിൻ്റെ പ്രോഡക്റ്റ് മൈനസ് ഓഫ് ഡയഗണൽ എലിമെൻസിൻ്റെ പ്രോഡക്റ്റ്. അത് ബ്രാക്കറ്റിൽ എഴുതുന്നു A22 ഇൻറ്റു A33 മൈനസ് A23 ഇൻറ്റു A32. ഓക്കെ, ദെൻ മൈനസ് A12 ഇൻറ്റു ഇതേപോലെ തന്നെ A21 ഇൻറ്റു A33 ഡയഗണൽ എലിമെൻറ്റ്സ് മൈനസ് A23 ഇൻറ്റു A31 then plus A13 into A21, A32 minus A22, A31. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ഡിറ്റർമിനൻറ്റ്. എക്സ്പാൻഡ് ചെയ്യാൻ നമുക്കറിയാം, ബ്രാക്കറ്റ് മാറ്റുക എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുക. നമ്പേഴ്സ് ആകുമ്പോൾ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാൻ കഴിയും. That is the determinant of square matrix of order 3 or matrix of order 3/2. ഇവിടെ നമ്മൾ ഫസ്റ്റ് എലിമെൻ്റ് എടുത്തു A11 എടുത്താണ് തുടങ്ങിയത്. അടുത്തത് A12, അതായത് A12 സെക്കൻഡ് റോ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലിമെൻ്റാണ്. ഇവിടുത്തെ സൈൻ മൈനസ് വന്നത് എങ്ങനെയാണെന്ന്, എപ്പോഴാണ് മൈനസ് വരുന്നത് പ്ലസ് വരുന്നത് നോക്കാം. ഈ A11ൻ്റെ സഫിക്സസ് 1 1, ഈ 1 1 -1 raised to that first one plus second one -1 raised to 2, that is -1 square plus 1. അങ്ങനെയാണെങ്കിൽ ആ പൊസിഷൻ ഈവൻ പൊസിഷൻ, അതായത് ഫസ്റ്റ് സഫിക്സും സെക്കൻഡ് സഫിക്സിൻ്റെയും കൂടെ സം ഈവൻ നമ്പറാണ് എങ്കിൽ -1 റേസ് ടു ദാറ്റ് ഈവൻ നമ്പർ +1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്ലസ്സിൽ തുടങ്ങും. ഇനി അടുത്തത് A12 ഫസ്റ്റ് സഫിക്സ് 1, സെക്കൻഡ് സഫിക്സ് 2. അപ്പോൾ -1 റേസ് ടു 1 + 2, ദാറ്റ് ഈസ് -1 ക്യൂബ്, ദാറ്റ് ഈസ് -1. അപ്പോൾ ഇവിടെ മൈനസാണ്. A12 വന്നാൽ ഇവിടെ മൈനസ് ആയിരിക്കും. അതായത് ഇത് രണ്ടിൻ്റെയും കൂടെ സഫിക്സിൻ്റെ സം ഓഡ് നമ്പർ വന്നാൽ മൈനസ് ആയിരിക്കും, ഈവൻ നമ്പർ വന്നാൽ പ്ലസ് ആയിരിക്കും. അടുത്ത് വീണ്ടും 1 + 3 ഈവൻ നമ്പർ, അപ്പോൾ ഇവിടെ പ്ലസ് ആയിരിക്കും. അതേപോലെ നമുക്ക് ഈ ഫസ്റ്റ് റോ ഉപയോഗിച്ച് ചെയ്ത പോലെ ഏത് റോ യൂസ് ചെയ്തും നമുക്ക് ഡിറ്റർമിനൻറ്റ് കാണാം. അതേപോലെ ഏത് കോളം ഇതേപോലെ എടുത്തും ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ സെക്കൻഡ് റോ ആണ് എടുക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഡിറ്റർമിനൻറ്റ് നോക്കാം. ഡിറ്റർമിനൻറ്റ് A =
A21 പൊസിഷൻ 2+1 ഈ ഓഡ് നമ്പറാണ്. -1 റേസ് ടു ഓഡ് നമ്പർ മൈനസ് ആണ്. അപ്പോൾ തുടങ്ങേണ്ടത് -A21 തുടങ്ങും. ഇൻറ്റു ഡിറ്റർമിനൻ്റ് ആയിട്ട് A21 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് A12, A13, A32, A33. A12, A13, A32, A33. Then plus. സെക്കൻഡ് റോയിലെ അടുത്ത എലിമെൻറ്റ് A22 പൊസിഷൻ 2+2 ഈവൻ ആണ്. അടുത്ത പ്ലസ് ആണ്. ദെൻ A22 ഇൻറ്റു അതുൾപ്പെടുന്ന റോയും കോളവും A22 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റിയാൽ A11, A13, A31, A32 ഡിറ്റർമിനൻ്റ് ആണ്. ദെൻ അടുത്ത തേർഡ് എലിമെൻറ്റ് 2+3 ഓഡ് നമ്പർ ഇറ്റ് ഈസ് മൈനസ് A23. അപ്പോൾ പൊസിഷനാണ് ഇവിടെ നോക്കേണ്ടത് നിങ്ങൾ. ആ നമ്പറല്ല, അതിൻ്റെ പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ സഫിക്സസ്. A23 ഇൻറ്റു അതുൾപ്പെടുന്ന റോയും കോളവും. ഈ റോയും ഈ കോളവും മാറ്റുക. ബാക്കി A11, A12, A31, A32. ഇനി ഇത് നേരത്തെ ചെയ്ത പോലെ എക്സ്പാൻഡ് ചെയ്താൽ ഇതേ വാല്യൂ തന്നെ നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. ഇതേ വാല്യൂ തന്നെയായിരിക്കും ഇതിൻ്റെ എക്സ്പാൻഷൻ കിട്ടുന്നത്. ഓക്കെ, അതേപോലെ തേർഡ് റോ യൂസ് ചെയ്തും കാണാം. ഫസ്റ്റ് കോളം യൂസ് ചെയ്ത് കാണാം. ഫസ്റ്റ് കോളം ആണെങ്കിൽ എന്ത് വരും നോക്കാം. A11 പൊസിഷൻ ഈവനാണ്, 1+1. A11 ഇൻറ്റു അതുൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു, അതുപോലെ തന്നെ ഇടുന്നു. ദെൻ A21 ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലിമെൻറ്റ് പൊസിഷൻ 2+1 ഓഡ് പൊസിഷനാണ്. അപ്പോൾ -1 റേസ് ടു ഓഡ് നമ്പർ മൈനസ്. അപ്പോൾ ഇവിടെ -A21 ഇൻറ്റു അതുൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു, അടുത്ത എലിമെൻ്റ് ആയിട്ട് എഴുതുന്നു. ദെൻ A31 പ്ലസ് A31 ഇൻറ്റു അതുൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു. ഒറ്റ റോ അല്ലെങ്കിൽ ഒറ്റ കോളം, എന്നിട്ടതിൻ്റെ എക്സ്പാൻഷൻ, അതിൻ്റെ ബാക്കി ഡിറ്റർമിനൻ്റ് എക്സ്പാൻഷൻ, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ആ ഡിറ്റർമിനൻ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം എടുത്ത് ബാക്കിയുള്ള എലിമെൻസിൻ്റെ ഡിറ്റർമിനൻ്റ് കാണും. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ഡിറ്റർമിനൻ്റ്. അപ്പോൾ 3/3 ഓർഡറുള്ള മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുന്ന ഈ മെത്തേഡ് അറിഞ്ഞിരിക്കും. നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവാലുവേറ്റ് the determinant delta is equal to determinant 2, 1, -2, -2, 3, -1, 4, 0, 1. അപ്പോൾ ഇതൊരു 3/3 ഓർഡറുള്ള ഡിറ്റർമിനൻ്റാണ്. ഡിറ്റർമിനൻ്റ് നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഡെൽറ്റ കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇതിൻ്റെ വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം, വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെ ചെയ്യാം? ദറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഇക്വൽ ടു. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് റോ യൂസ് ചെയ്ത് ഞാനിവിടെ ഡിറ്റർമിനൻ്റ് കാണാം. അതേപോലെ നമുക്ക് ഏത് റോയും ഏത് കോളവും യൂസ് ചെയ്ത് നമുക്ക് ഡിറ്റർമിനൻ്റ് കാണാം. ഇവിടെ ഫസ്റ്റ് റോ എടുക്കും. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെൻറ്റ് 2 ആണ്. അതിൻ്റെ പൊസിഷൻ 1, 1 ഈവൻ പൊസിഷനാണ്. അത് 1+1 ഈവൻ നമ്പറാണ്. -1 റേസ് ടു ദാറ്റ് ഈവൻ നമ്പർ +1 ആണ്. അതുകൊണ്ട് 2 ഇൻറ്റു അതുൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു. ബാക്കി ഉള്ളതിനെ ഡിറ്റർമിനൻ്റിൽ എഴുതുന്നു. 2 മാറ്റി 2 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റിയാൽ കിട്ടുന്ന എലിമെൻറ്റ്സ് ഇതാ. ഡിറ്റർമിനൻ്റ് 3, -1, 0, 1. ദെൻ അടുത്ത 1, അതിൻ്റെ പൊസിഷൻ 1, 2 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലിമെൻറ്റ്. 1+2 എൻ്റെ സഫിക്സസിൻ്റെ പൊസിഷൻ്റെ സഫിക്സസിൻ്റെ സം 1+2 3. -1 റേസ് ടു 3 മൈനസ് ആണ്. അതുകൊണ്ട് ഇവിടെ മൈനസ് ആയിരിക്കും. -1 ഇൻറ്റു അതുൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു. ദറ്റ് ഈസ്
-2 -1 4. ദെൻ അടുത്തത് ഇതിൻ്റെ പൊസിഷൻ 1 3 ആണ്. 1 + 3 4 ആണ്. അപ്പോൾ അത് ഈവൻ നമ്പറാണ്. -1 റേഷ്യോ ദാറ്റ് ഈവൻ നമ്പർ പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് ആണ്. പിന്നെ ഈ നമ്പർ -2 ഇൻറ്റു അതുൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു. ബാക്കി -2 3 4 0. ഓക്കെ, ഒക്കെ ഡിറ്റർമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇതെഴുതുന്ന ആദ്യം നിങ്ങളിത് ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഫസ്റ്റ് റോ ആണ് എടുക്കുന്നതെങ്കിൽ ആദ്യം പ്ലസ്സിൽ തുടങ്ങുക, +2 അതേ സൈനിൽ തന്നെ എലിമെൻ്റ് അതുപോലെ എഴുതുക. അടുത്തത് ഓപ്പോസിറ്റ് സൈൻ മൈനസ്, ദെൻ പ്ലസ്, ആൾട്ടർനേറ്റ് പ്ലസ് മൈനസ്. അത്ര ആലോചിച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ആൾട്ടർനേറ്റ് ഒന്നിടവിട്ട് പ്ലസും മൈനസും എന്ന ഓർഡറിൽ പോവുക. ആദ്യം തുടങ്ങുന്ന മാത്രം ആലോചിച്ച് ചെയ്യുക. ഫസ്റ്റ് റോ ആണെങ്കിൽ ആദ്യം തുടങ്ങുന്ന പ്ലസ്സിൽ തന്നെ ആയിരിക്കും. സെക്കൻഡ് റോ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ആദ്യം ഇതിൻ്റെ പൊസിഷൻ 1 സെക്കൻഡ് റോസ് 2 1 2 + 1 ആണ്, ഓഡ് നമ്പറാണ്. അപ്പോൾ അത് മൈനസിലാണ് തുടങ്ങേണ്ടത്. -2 തുടങ്ങണം. അത് മാത്രം ആലോചിക്കുക. ഇവിടെ ഫസ്റ്റ് റോ ആയതുകൊണ്ട് പ്ലസ്സിൽ തന്നെ തുടങ്ങും. അതായത് ഈ നമ്പറിൻ്റെ അതേ സൈനിൽ തന്നെ തുടങ്ങും. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുന്നു. 2 ഇൻറ്റു 3 ഇൻറ്റു 1 3 -0 ഇൻറ്റു -1 0. ദെൻ -1 ഇൻറ്റു -2 ഇൻറ്റു 1 -2 -4 ഇൻറ്റു -1 -4 പ്ലസ് -2 ഇൻറ്റു 0 0 -12 4 ഇൻറ്റു 3 12. That's equal to 2 into 3 6. Then -1 into -2 plus 4 -2 plus 4 plus 2 plus 2 into -1 -2. Again here plus -2 into -12 -2 into -12, that is plus 24. 0 -12 -2 into that -12 plus 24. Then 6 -2 4 plus 24, that is 28. That's the answer. We determine the value 28. Example നോക്കാം. Evaluate the determinant delta is equal to determinant 1 2 4 -1 3 0 4 1 0. നമുക്കിവിടെ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് റോ യൂസ് ചെയ്ത് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാം. അതേപോലെ സെക്കൻഡ് റോ യൂസ് ചെയ്ത് ചെയ്യാം, തേർഡ് റോ യൂസ് ചെയ്തും ചെയ്യാം. ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് തേർഡ് കോളത്തിലെ 2 എലിമെൻറ്റ്സ് 0ആണ്. അതുകൊണ്ട് നമുക്കിവിടെ കുറേ കൂടെ സൗകര്യം തേർഡ് കോളം യൂസ് ചെയ്ത ഡിറ്റർമിനൻ്റ് കാണുന്നതാണ്. ഞാൻ പറഞ്ഞു ഏത് റോയും ഏത് കോളവും എടുത്ത് നമുക്ക് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സൗകര്യം തേർഡ് കോളം എടുത്ത് ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ നമുക്ക് കുറയ്ക്കാൻ കഴിയും. 0 ആണ്, 2 എലിമെൻറ്റ്സ് 0 ആയതുകൊണ്ട് അതിൻ്റെ 0 ഇൻറ്റു 2/2 ഡിറ്റർമിനൻ്റ് 0 ആയി പോകും. അപ്പോൾ 2 ഡിറ്റർമിനൻ്റ് 2 എക്സ്പാൻഷൻ കുറഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തേർഡ് കോളം യൂസ് ചെയ്ത് ഡിറ്റർമിനൻ്റ് കാണുന്നു. ദറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു തേർഡ് കോളത്തിൻ്റെ പൊസിഷൻ നോക്കാം. തേർഡ് കോളത്തിലെ ഫസ്റ്റ് എലിമെൻറ്റിൻ്റെ പൊസിഷൻ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിഞ്ഞാൽ മാത്രം മതി. ബാക്കി ഒന്നിട വിട്ട് പ്ലസ് മൈനസ് ഓർഡറിൽ പോകും. ഇതിൻ്റെ പൊസിഷൻ ഫസ്റ്റ് റോയിലെ തേർഡ് കോളം ഇപ്പോൾ 1 + 3 ആണ്. അപ്പോൾ -1 റേസ് ടു 1 + 3, ദറ്റ് ഈസ് -1 റേസ് ടു 4, ദറ്റ് ഈസ് +1. അപ്പോൾ പ്ലസ് പൊസിഷനാണ്. അപ്പോൾ 4 ഇൻറ്റു അതുൾപ്പെടുന്ന റോയും കോളവും മാറ്റുന്നു.
4 ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റിയാൽ ബാക്കി -1 3 4 1. നോക്കുക, ഇനിയും ബാക്കി 0യുടെ ആവശ്യമുണ്ടോ? ഈ തേർഡ് കോളത്തിലെ അടുത്ത എലിമെൻറ്റ് 0 ഇൻറ്റു അത് ഉൾപ്പെടുന്ന റോയും കോളവും മാറ്റി 0 ഇൻറ്റു ആകുമ്പോൾ അതെല്ലാം 0 ആയി പോകും. അടുത്ത് വീണ്ടും 0 എടുത്താൽ അതും 0 ആയി പോകും. അതുകൊണ്ട് നമുക്ക് ആൻസർ ഇവിടെ വെച്ച് നിർത്താം. എക്സ്പാൻഷൻ അവിടെ വരെയുള്ളൂ. 4 ഇൻറ്റു ബാക്കി എക്സ്പാൻഡ് ചെയ്യുന്നു. 4 ഇൻറ്റു -1 ഇൻറ്റു -1 -1 -12. That is 4 into -13 -1 -12. That is 4 into -13. That is -52. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എൻ്റെ ആൻസർ കിട്ടി. -52. ഇത് ഏത് റോയും ഏത് കോളം യൂസ് ചെയ്താലും നമുക്ക് ഇത് തന്നെയായിരിക്കും കിട്ടുന്നത്. -52 തന്നെ ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളിതുപോലെ ഏറ്റവും എളുപ്പ മാർഗ്ഗം ഏതാണെന്ന് കണ്ടെത്തുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുക. 0 1 2 സീറോസ് ഉള്ള റോയോ കോളോ യൂസ് ചെയ്യുന്നതായിരിക്കും സൗകര്യം. 3/3 ആണെങ്കിൽ 2 സീറോയുള്ള ഏതെങ്കിലും റോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളം ഉണ്ടെങ്കിൽ ആ റോ എടുത്ത് എക്സ്പാൻഡ് ചെയ്താൽ വളരെ പെട്ടെന്ന് ആൻസറിലെത്താം. ഓക്കെ, പ്രോബ്ലംസ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഡിറ്റർമിനൻറ്റ്സ്. 1 മുതൽ 4 വരെയുള്ളത് ഡിറ്റർമിനൻറ്റ്സ് കണ്ടുപിടിക്കുക. ഫസ്റ്റ് വൺ, ഡിറ്റർമിനൻറ്റ് 2 4 -5 -1. Second question, determinant cos theta minus sin theta cos theta. Third question, determinant 3 -1 -2 0 0 -1 3 -5 0. And fourth one, determinant 2 -1 -2 0 2 -1 3 -5 0. Fifth question, find the values of x if the first part, determinant 2 4 5 1 is equal to determinant 2x 4 6x. Second question, determinant x 2 18x is equal to 6 determinant 6 2 18 6. ഈ ക്വസ്റ്റ്യൻ എല്ലാം എഴുതിയെടുത്തോളുക. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്തു വെക്കണം.